ശ്രീകുമാർ, ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു താൽക്കാലിക ചുമതല അത് തെരഞ്ഞെടുപ്പ് സമയത്ത് കെ സുധാകരന് പ്രചാരണത്തിൽ സജീവമാകുന്നതിന് വേണ്ടി ചെയ്ത ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിങ്ങനെ തിരികെ കിട്ടുന്നതിന് വേണ്ടി ഇത്രമാത്രം കോലാഹലം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒരു ഭിന്നതയുടെ ഒരു പ്രതീതി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ സംഭവിച്ചത് കഴിഞ്ഞ 4 ദിവസം പ്രത്യേകിച്ച്? കോൺഗ്രസിൽ സംഭവിച്ചത് ഒരു ശുഷ്കാന്തിയില്ലായ്മയുടെ ഫലമാണ്. കാരണം ഇതൊരു അനാവശ്യ ചർച്ചയ്ക്ക് വഴിവെച്ചു എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ശ്രീ സുരേഷ് ബാബുവിനൊക്കെ കൂടുതൽ അറിയാം. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കയ്യിൽ ചുമതല ഉണ്ടായിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആ ചുമതല താൽക്കാലികമായിട്ട് മറ്റൊരാൾക്ക് കൈമാറിയിട്ട് പിന്നീട് ആ സാഹചര്യം വരുമ്പോൾ തിരിച്ച് ആ ചുമതലയിലേക്ക് വരും. ഇത്തവണ അത് ഒരു ചർച്ചാ വിഷയമാക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്നതിന്റെ ഉത്തരം കോൺഗ്രസിന്റെ KPCCയുടെ ഭാരവാഹികളാണ് പ്രതികരിക്കേണ്ടത്. ഇല്ല, അത് അത്തരത്തിലുള്ള പ്രതികരണം എന്തായാലും ഉണ്ടാവുകയില്ലല്ലോ. ഇത് സാധാരണയായിട്ടൊരു താൽക്കാലിക ചുമതല അത് തിരികെ നൽകി എന്ന് മാത്രം പറഞ്ഞ് വെറുതെ പറ്റിക്കുകയല്ലേ ഉള്ളൂ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പുറത്ത് പറഞ്ഞുകൊണ്ട്. അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അല്ല, മഞ്ജുഷ് വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ശുഷ്കാന്തിക്കുറവെന്ന് പറയുമ്പോൾ ശുഷ്കാന്തിക്കുറവിന് എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നവർക്കും അതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് കൗതുകപൂർവ്വം വീക്ഷിക്കുന്നവർക്കും മനസ്സിലാവും എന്താണ് അതിന്റെ പശ്ചാത്തലമെന്ന്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയത് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ അത് മുതിർന്ന നേതാക്കൾക്കും അതിനോടൊരു അതൃപ്തി ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്തായാലും ശ്രീ സുധാകരൻ ഇന്ന് അദ്ദേഹം വിജയശ്രീലാളിതനായി എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടോ താല്പര്യം കൊണ്ടൊക്കെ ആയിരിക്കാം. അദ്ദേഹം അവിടെ ചെന്നു, ആ ചുമതല ഏറ്റെടുത്തു. അല്ല, അദ്ദേഹം കസേരയിൽ അമർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാകുമല്ലോ. ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം അത് തിരിച്ചു പിടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെന്റെ സന്തോഷമല്ല, അദ്ദേഹത്തിന്റെ സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. അല്ല, കസേരയിൽ അമർന്നിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഭാഷ്യമല്ലേ. കസേരയിൽ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. അത് അദ്ദേഹം ഇരുന്നു. ആ നല്ല KPCC പ്രസിഡന്റിന്റെ കസേര എന്ന് പറയുന്ന ഒരു ആലങ്കാരിക കസേര അല്ലല്ലോ. അതിരിക്കുന്ന ആൾ ഉറച്ചു തന്നെ ഇരിക്കണം. ആടി ഇരുന്നിട്ട് കാര്യമില്ല. കോൺഗ്രസ് ആണ് പ്രസ്ഥാനം, അതുകൊണ്ട് ഉറച്ചു തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് സുധാകരൻ ഉറച്ചു തന്നെ ഇരുന്നത്. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്കൊക്കെ നൽകിയ ഉത്തരം, ആ ഉത്തരത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇത് ഒരു ചർച്ചയാക്കി എന്നുള്ളത് സത്യത്തിൽ അത് നാണക്കേട് തന്നെയാണ്. ചർച്ചയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ അല്ലേ എന്ന്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഇങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ പറയേണ്ട കാലമൊക്കെ മാറി. ഇത് തലമുറ മാറിപ്പോയി. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അത്ര രസിക്കുന്ന കാര്യമല്ല. രാഷ്ട്രീയത്തിൽ അവർ വളരെ ഒരു രാഹുൽ ഗാന്ധി രാഷ്ട്രീയമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. വളരെ ആർജവത്തോടെ സംസാരിക്കുക, എതിരിടുക, അതുപോലെ തന്നെ ഭയമില്ലാതിരിക്കുക, അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ കാലാവസ്ഥയാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത്. അപ്പൊ പഴയ കാലത്തെ പോലെ ഈ ചുമ്മാ സാധാരണ പോലെയുള്ള ഒരു വഴക്കും കാര്യങ്ങളൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ CPM-ലെ ഗോവിന്ദ മാഷക്കും ഒക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ചാനലുകൾക്ക് ഒരു ചർച്ചയ്ക്ക് വിഷയം ഉണ്ടാക്കി കൊടുത്തു. ഒന്നാന്തരം രാഷ്ട്രീയ കളിയായിരുന്നു അല്ലെ, അതിൽ രാഷ്ട്രീയ കളിയാണ്. അതിൽ വിജയിച്ചേ സുധാകരന് മതിയാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തി, ഒടുവിൽ വിജയിച്ചു. KPCC പ്രസിഡന്റ് കസേരയിൽ തിരികെ എത്തി.